പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വരുന്ന മെയ് 2-ാം തീയതി വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യപ്പെടുകയാണ്. ആ കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി പങ്കെടുക്കും എന്നും നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ആ കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ എവിടം വരെ എത്തി എന്ന് അറിയാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം പദ്ധതി പ്രദേശം സന്ദർശിച്ചു. സുഹൃത്തുക്കളെ, ആ പദ്ധതി പ്രദേശം പിണറായി വിജയൻ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടായിരുന്നു. അതൊരു വലിയ വിഷയമായി നമുക്ക് തോന്നിയില്ല. കാരണം വിഴിഞ്ഞം പദ്ധതി പ്രദേശം കമ്മീഷൻ ചെയ്യപ്പെടാൻ പോകുള്ളൂ. അവിടെ പോകുമ്പോൾ വേണമെങ്കിൽ ഭാര്യയും മകളെയൊക്കെ കൊണ്ടുപോയതിൽ തെറ്റില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മളെല്ലാവരെയും അമ്പരപ്പിച്ചത് അവിടെ ചെന്ന് അതൊക്കെ പരിശോധിച്ചതിന് ശേഷം വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, സർക്കാരിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ അവരൊക്കെ പങ്കെടുക്കുന്ന ഒരു ഉന്നതതല യോഗത്തിൻ്റെ ഫോട്ടോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ഫോട്ടോ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതെന്നറിയാം, മുഖ്യമന്ത്രിയും പോർട്ടിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരും സർക്കാരിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന ആ ഉന്നതതല ഔദ്യോഗിക യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം അയാളുടെ ഭാര്യ കമല വിജയനും അയാളുടെ മകൾ വീണ വിജയനും വീണ വിജയൻ്റെ മകൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇഷാൻ എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യനും ആ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ച് നോക്ക്. പിണറായി വിജയൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ അയാളുടെ ഭാര്യ മക്കളെയൊക്കെ പദ്ധതി പ്രദേശമൊക്കെ കൊണ്ടുവന്നതിൽ കുഴപ്പമില്ല, എൻ്റെ ഫോട്ടോയും വന്നിട്ടുണ്ട്, അത് കൊണ്ടുവന്നിട്ട് കുഴപ്പമില്ല. പക്ഷേ പദ്ധതി വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൂടിയ ഉന്നതതല യോഗത്തിൽ പിണറായി വിജയനോടൊപ്പം ഭാര്യയെയും മകളെയും മകനെയും പങ്കെടുപ്പിക്കുക സുഹൃത്തുക്കളെ, എത്ര ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണിത് എന്ന് നമ്മളൊന്ന് ആലോചിച്ചു. ഈ ഉന്നതതല യോഗത്തിൽ പിണറായി വിജയൻ്റെ ഭാര്യയ്ക്കും മകൾക്കും പിന്നെ പിണറായി വിജയൻ്റെ കൊച്ചുമകനും എന്താണ് യോഗ്യത, എന്താണ് സ്ഥാനം സുഹൃത്തുക്കളെ? ആരാണ് പിണറായി വിജയൻ? പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ, അല്ലാതെ പിണറായി വിജയൻ്റെ കുടുംബമല്ലല്ലോ. പിണറായി വിജയനല്ലേ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച്? പിണറായി വിജയനല്ലേ ജനങ്ങൾ മുഖ്യമന്ത്രി പിന്നീട് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കുന്നത്? പിണറായി വിജയനല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? വീണ വിജയനും കമല വിജയനും ഇഷാൻ എന്ന് പറഞ്ഞ പയ്യനും കേരളത്തിൻ്റെ ഭരണരംഗത്ത് എന്താണ് കാര്യം സുഹൃത്തുക്കളെ? തറവാടാണോ പിണറായി വിജയൻ കേരളം? കേരളം എന്ന് പറഞ്ഞ തറവാടിൻ്റെ കാരണവരാണോ പിണറായി വിജയൻ? പിണറായി വിജയൻ്റെ ഖജനാവ്, പിണറായി വിജയൻ്റെ തറവാട്ടിൻ്റെ ഖജനാവാണോ കേരളത്തിൻ്റെ ഖജനാവ്? ഒന്നുമല്ല. കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണ്. അത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന 29 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ 950 ജനുവരി 26 മുതൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് കീഴിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യത നിർവഹിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട പിണറായി വിജയൻ പങ്കെടുക്കുന്ന ഔദ്യോഗിക യോഗത്തിൽ ഭാര്യയ്ക്കും മകൾക്കും കൊച്ചുമകനൊന്നും ഒരു സ്ഥാനവുമില്ല. പിണറായി വിജയൻ്റെ തറവാട്ട് വകയല്ല കേരളം, നമ്മളത് മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നു, എനിക്ക് ഈ ഫോട്ടോ കണ്ടപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു വനിതയെക്കുറിച്ചിട്ടാണ്. കുറച്ച് കാലമായി നമ്മൾ അവരെക്കുറിച്ച് കേൾക്കാറില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി എന്ന് പറഞ്ഞിട്ടാണ് അവർ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും അവർ അവതരിപ്പിക്കപ്പെടുന്നത്. ഞാൻ അങ്ങനെ അവരെ പറയുന്നില്ല. സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ സ്ത്രീ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൊതുമണ്ഡലത്തിൽ കൊണ്ടുവന്ന ഞെട്ടിക്കുന്ന കുറേ വിവരങ്ങളുണ്ടായിരുന്നു. ആ വിവരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായിരുന്നു പിണറായി വിജയൻ്റെ ഭാര്യയും മകളും നടത്തുന്ന അതിഭീകരമായിട്ടുള്ള അഴിമതികളുടെ ഞെട്ടിക്കുന്ന കഥകൾ. എത്രയോ പത്രസമ്മേളനങ്ങളിൽ കൂടി വീണ വിജയൻ നമ്മളോട് പറഞ്ഞു. ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന അഴിമതികളുടെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ അയാളുടെ മകൾ വീണ വിജയനാണെന്നും ക്ലിഫ് ഹൗസിൽ ചേരുന്ന ഭാര്യയും മകളും ഈ പറഞ്ഞതുപോലെ ചില ഉന്നത ഉദ്യോഗസ്ഥന്മാരുമൊക്കെ ആയിട്ട് ശിവശങ്കരനുമൊക്കെ ആയി ചേരുന്ന യോഗത്തിൽ വെച്ച് ഏത് മേഖലകൾ കേന്ദ്രീകരിച്ച് അഴിമതി പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ഉള്ള ആദ്യത്തെ വിത്തിട്ട് കൊടുക്കുന്ന തലച്ചോറായിരുന്നു വീണ വിജയൻ എന്നൊക്കെ ഉൾപ്പെടെ എത്രയോ വിവരങ്ങൾ സ്വപ്ന സുരേഷ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, വിശദമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അവസാനം അവരെന്തോ ചതിയുടെ എന്നൊന്നും പറഞ്ഞിട്ടൊരു പുസ്തകം അവർ പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിൽ വീണ വിജയൻ നടത്തുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാനതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് അവരെഴുതിയ ഈ പുസ്തകത്തിൽ, അവരുടെ ആത്മകഥയിൽ
അവർ വീണ വിജയനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ വിശദാംശങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ വിശദമായൊരു വീഡിയോ 2 വർഷം മുമ്പ് ഞാൻ ചെയ്തിരുന്നു. വീണയെക്കുറിച്ച് സ്വപ്ന പറഞ്ഞത് എന്ന് പറഞ്ഞു. എനിക്ക് ഈ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് സ്വപ്ന സുരേഷിനെ ഓർമ്മ വന്നു. ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉന്നതതല യോഗത്തിൽ ഭാര്യയെയും മകളെയും കൊച്ചുമകനെയും പിണറായി വിജയൻ പങ്കെടുപ്പിക്കുമ്പോൾ വീണ വിജയൻ്റെ ഈ പറഞ്ഞ പോലെ പ്രവർത്തനത്തിൻ്റെ അനധികൃത പ്രവർത്തനത്തെക്കുറിച്ച് സ്വപ്ന പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്ത് ഞാൻ ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് വീണയെക്കുറിച്ച് സ്വപ്ന പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അന്ന് സ്വപ്നയുടെ ആത്മകഥയിൽ വീണയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ വിശദമാക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോ ഈ പശ്ചാത്തലത്തിൽ ഒന്നുകൂടി എൻ്റെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാവുകയാണ്. അത് കാണാൻ വേണ്ടി എൻ്റെ പ്രേക്ഷകരെ ഞാൻ ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് കൊച്ചിയിലെ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ 1,72,00,000 രൂപയുടെ മാസപ്പടി ലഭിച്ചു എന്നുള്ള വിവാദം കത്തി നിൽക്കുകയാണല്ലോ. അതായത് ഈ 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ ഈ കമ്പനി മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമായിട്ടുള്ള എക്സാലോജിക്കിന് പ്രതിമാസം 3 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ മകളായിട്ടുള്ള വീണ വിജയന് പ്രതിമാസം 5 ലക്ഷം രൂപയും വെച്ച് ഏതാണ്ട് 1,72,00,000 രൂപ മാസപ്പടിയായി കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നത് ആരോപണമായിട്ടല്ല, മറിച്ച് ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു 3-അംഗ വിധിയുടെ ഭാഗമായിട്ടാണ്. 10/6/2023 പുറത്തു വന്ന വിധിയുടെ ഭാഗമായിട്ടാണ് ഈ വിഷയം ഇപ്പോൾ ചർച്ചയായി വന്നിരിക്കുന്നത്. അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി നേതാക്കന്മാർക്കൊന്നും കഴിയുന്നില്ല. കാരണം അത് ആരോപണമല്ല, അത് ഒരു വിധിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. സുഹൃത്തുക്കളെ, ഞാനിത് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ചിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയത്തെല്ലാം മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ അനാവശ്യമായി വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ശ്രമമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാരുമൊക്കെ അതിനെ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ആരോപണമല്ല, വസ്തുതയാണ് എന്നുള്ള നിലയിലേക്ക് വന്നിരിക്കുന്നു. പക്ഷേ ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ കാര്യമല്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളാണ് ഈ അഴിമതി ഇടപാടുകളുടെ എല്ലാം പ്രഭവ കേന്ദ്രമെന്ന്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളാണ് ഈ അഴിമതി ഇടപാടുകളുടെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ എന്ന് നമ്മെ നിരന്തരം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. നമ്മെ നിരന്തരം അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വനിതയുണ്ടായിരുന്നു. ആ വനിതയെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ചിന്തിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, മുഖ്യമന്ത്രിയുടെ മകൾ വീണയെക്കുറിച്ച് നമ്മളോട് ആദ്യം പറഞ്ഞത് ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ മുഖ്യമന്ത്രിയെക്കുറിച്ചിട്ടാണ് സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കള്ളക്കടത്തൊക്കെയായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനാണ് ഇതിലെ ഈ അഴിമതി ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന കഥാപാത്രമെന്ന് നമ്മളോട് വിളിച്ചു പറഞ്ഞയാൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷ് ആയിരുന്നു. ആ സ്വപ്ന സുരേഷ് വീണ വിജയനെക്കുറിച്ച് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയായിരിക്കുന്നു എന്ന് നമുക്കിപ്പോൾ ബോധ്യമാകുകയല്ലേ സുഹൃത്തുക്കളെ? സ്വപ്ന സുരേഷ് ഇത് വിളിച്ചു പറഞ്ഞ സമയത്ത് എന്നാലും മുഖ്യമന്ത്രിയുടെ മകളെയൊക്കെ ഇങ്ങനെ വലിച്ചഴയ്ക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിരുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെക്കുറിച്ച് നിങ്ങൾ പറയും, എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകളെ വലിച്ചഴയ്ക്കുന്നതെന്ന് ചോദിച്ച എത്രയോ ആളുകളുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ചോദിച്ച സമയത്തും മുഖ്യമന്ത്രിയുടെ മകളാണ് ഇതിനകത്തെ പ്രഭവ കേന്ദ്രം, ഇതിലെ മാസ്റ്റർ ബ്രെയിൻ എന്ന് നിരന്തരം സ്വപ്ന സുരേഷ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവരവരുടെ പത്രസമ്മേളനത്തിലൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് നല്ല കൃത്യമായ ഓർമ്മയുണ്ട്. അവരൊരവസരത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ കുടുംബം, അതായത് മുഖ്യമന്ത്രിയുടെ ഭാര്യ, മകള്, CN രവീന്ദ്രൻ, ശിവശങ്കരനൊക്കെ ഇരിക്കുന്ന യോഗത്തിൽ, ക്ലിഫ് ഹൗസിൽ കൂടുന്ന യോഗങ്ങളിൽ താനും ആ യോഗത്തിൽ പങ്കാളിയായിരുന്നു എന്നും ആ യോഗത്തിൽ വെച്ച് ഏതൊക്കെ മേഖലകളിലാണ് ഇടപാടുകൾ നിയമവിരുദ്ധമായി ഉണ്ടാക്കേണ്ടത് എന്നതിൻ്റെ ആദ്യ സൂചന നൽകുന്നത് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനായിരുന്നു എന്ന് പോലും അവർ പറഞ്ഞതിനെ കുറിച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഏതൊരു പത്രസമ്മേളനത്തിൽ CN രവീന്ദ്രനെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ ഇതൊക്കെ പരൽ മീനുകളാണെന്നും വലിയ മീനുകൾ ഇനിയും പുറത്തേക്ക് വരാനുണ്ട് എന്നും അവർ പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞിരുന്നത് വീണ വിജയനെ കുറിച്ചായിരുന്നു. എനിക്ക് കൃത്യമായ ഓർമ്മയുണ്ട്.
ആ വിളിച്ചു പറയലുകളെല്ലാം തന്നെ 100% ശരിയായിരുന്നുവെന്ന് ഇന്ന് ഈ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഈ വിധിന്യായവും കൂടി പുറത്തു വന്നതോടുകൂടി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിക്കപ്പെട്ടിരിക്കുകയല്ലേ സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇപ്പം സ്വപ്ന സുരേഷിനെ കുറിച്ച് നമ്മൾ ഓർക്കണ്ടേ? അവർ പറഞ്ഞത് ശരിയായിരുന്നു നമ്മൾ അംഗീകരിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് സ്വപ്ന സുരേഷ് എഴുതിയ അവരുടെ ആത്മകഥയുണ്ട്, ചതിയുടെ പത്മവ്യൂഹം എന്ന ഈ പുസ്തകം. ഈ ആത്മകഥയിൽ സ്വപ്ന സുരേഷ് വീണ വിജയനെക്കുറിച്ച് പറഞ്ഞിരുന്നത് എന്തൊക്കെയാണ്, നമ്മോട് പറഞ്ഞത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങളെ ഓരോന്നോരോന്നായി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് ശ്രമിക്കാൻ പോകുന്നത്. ആദ്യ പരാമർശം 94-ാമത്തെ പേജിലാണ് പുസ്തകത്തിൽ. അതിലെ ഒരു ഖണ്ഡിക തുടങ്ങുമ്പോൾ സ്വപ്ന സുരേഷ് പറഞ്ഞു, ഇതിനിടയിലാണ് ഷാർജയിലെ റോയൽ ഫാമിലി മെമ്പേഴ്സ് ഹിസ് ഹൈനസും ഹെർ ഹൈനസും കേരളത്തിൽ വന്നത്. വെറുതെ വന്നതല്ല, പല പ്രോജക്റ്റുകൾ ചർച്ച ചെയ്യാനാണ്. അവരെ ബഹുമാനപ്പെട്ട സി എമ്മും കാണും, അവർ സി എമ്മിനെയും കാണും. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് ഷാർജയിൽ IT ഹബ്ബ് തുടങ്ങാനുള്ള അവസരം ഈ സന്ദർശനത്തിനിടയിൽ ഒപ്പിച്ചെടുക്കണമെന്നാണ് ശിവശങ്കർ സാർ നിർദ്ദേശിച്ചത്. അക്കാര്യങ്ങൾ സംസാരിച്ചത് ക്ലിഫ് ഹൗസിൽ വെച്ചാണ്. അന്നത്തെ ചീഫ് സെക്രട്ടറി ശിവശങ്കർ സാർ മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളുമായിരുന്നു ചർച്ചയിൽ പങ്കെടുത്തത്. കൂടാതെ ഇവർ വരുമ്പോൾ എങ്ങനെ പെരുമാറണം, ആതിഥ്യ മര്യാദകൾ എങ്ങനെയെന്നെല്ലാം മിസ്സിസ് കമലയെയും വീണയെയും പറഞ്ഞു പഠിപ്പിക്കാനുമൊക്കെയായി വീണ്ടും അനൗദ്യോഗികമായ സന്ദർശനവും ക്ലിഫ് ഹൗസിൽ ആ സമയം നടത്തിയിട്ടുണ്ട്. അടുത്ത പാരയിൽ പറയുന്നു, മുഖ്യമന്ത്രിയുടെ മകൾക്ക് വിദേശത്ത് IT ഹബ്ബ് തുടങ്ങാൻ സ്പോൺസറായി ഏത് വലിയ വിദേശ വ്യവസായിയെയും കിട്ടും. പക്ഷേ അവിടെ ഇന്നയാളാണ് സ്പോൺസർ, അതിലെ ഇടപാടുകൾ ഇതൊക്കെ ഇവിടെ ചർച്ചയാവും. എന്നാൽ ഷാർജ രാജകുടുംബത്തിലെ ഒരംഗം സ്പോൺസറായാൽ, അതായത് ഈ ഹബ്ബ് സ്ഥാപിക്കാനുള്ള സ്ഥലം അത്തരമൊരു വ്യക്തിയുടേതായാൽ അതിന് അസാമാന്യമായ സുരക്ഷിതത്വമുണ്ട്, വലിയ പരിരക്ഷയുണ്ട്. അതിലേക്ക് കടന്നു കയറി രഹസ്യങ്ങൾ കണ്ടെത്താനൊന്നും ആർക്കും കഴിയില്ല. ഇതാണ് ആ മോഹത്തിൻ്റെ കാരണം. ഹെർ ഹൈനസിനെ കാണുമ്പോൾ നൽകാനൊരു വിലപിടിപ്പുള്ള സമ്മാനപ്പെട്ടി വരെ കരുതുകയും ചെയ്തു. പക്ഷേ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ടൂർ പ്രോഗ്രാമിൽ ക്ലിഫ് ഹൗസ് ഇല്ല. രാജദമ്പതികൾ നേരെ പോയത് രാജ്ഭവനിലേക്കാണ്. അവർ ഗവർണറുടെ അതിഥികളാണ്. ആ സാഹചര്യത്തിലാണ് ശിവശങ്കർ സാറിൻ്റെയും മുഖ്യമന്ത്രിയുടെയും നിർദ്ദേശപ്രകാരം ഞാൻ യാത്രയെ അതായത് വാഹന വ്യൂഹത്തെ റീറൂട്ട് ചെയ്ത് ക്ലിഫ് ഹൗസിലേക്ക് അയച്ചത്. CMൻ്റെ കുടുംബം റോയൽ ഫാമിലിയുമായി കൂടിക്കാഴ്ച നടത്തി. കുറേ പദ്ധതികൾ നിയമപരമായവയൊക്കെ നടപ്പിലാക്കാൻ ധാരണയുണ്ടായി. എന്നാൽ ഹെർ ഹൈനസിനെ സ്പോൺസറാക്കിക്കൊണ്ടുള്ള വീണയുടെ സ്വകാര്യ പദ്ധതിയുടെ ചർച്ചയിൽ ശ്രീമതി കമലയുടെ അമിതാവേശവും പെരുമാറ്റ രീതിയുമൊന്നും ഹെർ ഹൈനസിന് ഇഷ്ടമായില്ല. അവർക്ക് സമ്മാനമായി കരുതിയ ആഭരണപ്പെട്ടിയും അവർ സ്വീകരിച്ചില്ല. അങ്ങനെ സമ്മാനങ്ങൾ വാങ്ങുന്ന കീഴ്വഴക്കം അവരുടെ ഫാമിലിയിലില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് അവർ ചെയ്തത്. ആ ചർച്ച തുടരാൻ പോലും അവർ സമ്മതിച്ചില്ല. അവരുടെ സന്ദർശന ദിനങ്ങളിൽ അവരെ അനുഗമിച്ചയാൾ ഞാനായിരുന്നു. അതിനിടയിൽ ഇക്കാര്യത്തിൽ തൻ്റെ അനിഷ്ടം അവർ പറയുകയുണ്ടായി. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? വീണ വിജയന് ഗൾഫിൽ ഒരു IT ഹബ്ബ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തെക്കുറിച്ചിട്ടാണ് സ്വപ്ന സുരേഷ് തൻ്റെ പുസ്തകത്തിലെ 94-95 പേജുകളിൽ പറയുന്നത്. ഇനി 110-ാമത്തെ പേജിലേക്ക് നമുക്ക് വരാം. അതിൽ അവർ പറയുകയാണ്, 2019 ഒക്ടോബറോടെയാണ് ഞാൻ സ്പേസ് പാർക്കിൻ്റെ ഭാഗമാകുന്നത്. 2016 UAE കോൺസുലേറ്റ് തുടങ്ങിയ സമയം മുതൽ 2019 ജൂലൈ വരെ കോൺസുലേറ്റിലായിരുന്നു. അവിടെ കോൺസുലേറ്റ് ജനറൽ കാലാവധി തീർന്നു പോകും മുമ്പായി ഞാൻ റെസിഗ്നേഷൻ കൊടുത്തു. അദ്ദേഹത്തോടൊപ്പം മറ്റൊരു രാജ്യത്തേക്ക് പോകാമെന്ന് പറഞ്ഞതാണ്. എൻ്റെ സാഹചര്യം അനുവദിക്കാതിരുന്നു. സാഹചര്യം മാത്രമല്ല, ശിവശങ്കർ സാറും. IT ഹബ്ബ് തുടങ്ങുന്നതിനൊപ്പം തന്നെ, ആ സെൻറ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചോണം, IT ഹബ്ബ് തുടങ്ങുന്നതിനൊപ്പം തന്നെ സ്പേസ് മേഖലയിൽ സ്വാധീനമുറപ്പിക്കാൻ വേണ്ടിയുള്ള വീണയുടെ ആവശ്യത്തിനായി എൻ്റെ ഭാഷാ പരിജ്ഞാനവും ബന്ധങ്ങളും ഉപയോഗിക്കാനുമായി കൂടെ നിർത്താൻ മുഖ്യമന്ത്രി സാറും കണ്ടെത്തിയതായിരുന്നു സ്പേസ് പാർക്ക് നിയമനം. അപ്പോൾ സ്പേസ് പാർക്കിൽ സ്വപ്ന സുരേഷിനെ എന്തിനാണ് നിയമിച്ചതെന്നുള്ളത് ഈ വാചകത്തിൽ നിന്ന് വ്യക്തമാണ്. എന്താണ്? IT ഹബ്ബ് തുടങ്ങുന്നതിനൊപ്പം തന്നെ സ്പേസ് മേഖലയിൽ സ്വാധീനമുറപ്പിക്കാൻ വേണ്ടിയുള്ള വീണയുടെ ആവശ്യത്തിനായി എൻ്റെ ഭാഷാ പരിജ്ഞാനവും ബന്ധങ്ങളും ഉപയോഗിക്കാനായി കൂടെ നിർത്താൻ മുഖ്യമന്ത്രി സാറും കണ്ടെത്തിയതാണ് സ്പേസ് പാർക്ക് നിയമനം. അപ്പോൾ സ്പേസ് പാർക്കിൽ സ്വപ്ന സുരേഷിനെ നിയമിച്ചതും വീണ വിജയൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളത് വ്യക്തമാണല്ലോ. ഇനി 112-ാമത്തെ പേജ് നമുക്ക് നോക്കാം. 112-ാമത്തെ പേജിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? IT വകുപ്പിൻ്റെ സുവർണകാലമായിരുന്നല്ലോ കോവിഡ് കാലം. സകലവും IT ബന്ധിതമാവുകയാണ്. അതിനിടയിലാണ് സ്പ്രിംഗ്ലർ വന്നത്. ജനങ്ങളുടെ ഡേറ്റാബേസ് ആ തക്കത്തിന് ശിവശങ്കർ അമേരിക്കൻ കമ്പനിക്ക് വിറ്റു. അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിച്ചോണം. അതിലൂടെ വീണ വിജയൻ കോടികൾ സമ്പാദിച്ചു. സുഹൃത്തുക്കളെ, ഇത്രയും വിവരങ്ങളാണ് സ്വപ്ന സുരേഷ് എന്നാ പറഞ്ഞത്
ഒക്ടോബർ 22-ന് 2022 പ്രസിദ്ധീകരിച്ച ചതിയുടെ പത്മവ്യൂഹം എന്ന തൻ്റെ പുസ്തകത്തിൽ അവർ വീണ വിജയനെ കുറിച്ച് പറഞ്ഞത്. ഒക്ടോബർ 2022. അത് കഴിഞ്ഞ് നമ്മൾ ഓഗസ്റ്റ് 2023-ലെത്തുമ്പോൾ വീണ വിജയൻ്റെ ഈ അഴിമതി ഇടപാടുകളിലുള്ള ബന്ധം എന്തായിരുന്നുവെന്ന് ക്ലിഞ്ചിങ് ആയി ഇന്ന് തെളിയിക്കപ്പെടുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ സ്വപ്ന സുരേഷ് നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? സ്വപ്ന സുരേഷ് എന്നത് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ വലിച്ചിഴയ്ക്കുന്നു എന്നല്ലേ പറഞ്ഞത്. ഇപ്പോൾ അതെല്ലാം ശരിയായി വന്നില്ലേ? അത് ശരിയായി വന്നതിൻ്റെ കാരണം എന്താ? സ്വപ്ന സുരേഷിന് ആ കാര്യത്തെക്കുറിച്ച് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. കാരണം സ്വപ്ന സുരേഷ് 2016 വരെ മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ ഈ കാര്യങ്ങളിലെല്ലാം, ഈ ഇടപാടുകൾക്കെല്ലാം സാക്ഷിയായിരുന്നു. അവർ പാർട്ട് ആൻഡ് പാഴ്സലായിരുന്നു ഈ ഇടപാടുകളിലെല്ലാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വപ്ന സുരേഷ് ഈ വിഷയം നമ്മളോടൊന്ന് വിളിച്ചു പറഞ്ഞത്. പക്ഷേ നമ്മളതൊക്കെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഒരു പ്രതിയുടെ ജൽപ്പനങ്ങളായി മാത്രമേ അന്ന് കേൾക്കാൻ തയ്യാറായുള്ളൂ. പക്ഷേ അത് ജൽപ്പനങ്ങളല്ലായിരുന്നുവെന്നും അത് യാഥാർത്ഥ്യങ്ങളായിരുന്നുവെന്നും ഇന്ന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ സ്വപ്ന സുരേഷിനെ അക്കാര്യത്തിലെങ്കിലും നന്ദിയോടെ സ്മരിക്കണ്ടേ സുഹൃത്തുക്കളെ?